ഗസയിൽ പ്രവർത്തിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ ഇസ്രായേൽ സുപ്രീം കോടതിയെ സമീപിച്ചു. നേരത്തെ ഈ സംഘടനകൾക്ക് ഇസ്രായേൽ ഗസയിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അതിനെതിരെയാണ് നീക്കം. അതിഗുരുതരമായ മാനുഷിക ദുരന്തത്തിന് വഴിയൊരുക്കുന്നതാണ് ഇസ്രായേൽ തീരുമാനമെന്ന് സംഘടനകൾ കുറ്റപ്പെടുത്തി. അതിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വെടിനിർത്തലിന് ശേഷം ദിനം പ്രതി ശരാശരി 5 പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അബ്ബാസ്, ഗസയിൽ 2ാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതിനിടെ തന്നെ ട്രംപ് ഇതിനു മുമ്പ് പ്രതികരിച്ചത് ഗസ യുദ്ധം പൂർത്തിയായിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇപ്പോഴും സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി ഗസയിൽ ഇല്ല. ഇസ്രായേൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതിലൊരു അനുഭവപൂർണ്ണമായ നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇവരെന്തൊക്കെ ആവശ്യങ്ങളാണ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്? അനീഷ, വരുന്ന മാർച്ച് 1 37 സംഘടനകൾക്ക്, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾക്ക് ഗസയിലെ പ്രവർത്തന അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവ് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് അവർ പുറത്തിറക്കിയിരുന്നത്. ഇതിനെതിരെയാണ് നിലവിൽ 17 മനുഷ്യാവകാശ സംഘടനകൾ ഇസ്രായേൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. തങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകണമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ 37 സംഘടനകളെ നിരോധിക്കാനുള്ള കാരണമായിട്ട് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് അവരുടെ കൃത്യമായ ഫണ്ടിങ്ങിനെ കുറിച്ചോ അതുപോലെ പ്രവർത്തന രീതിയെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ല. ഇങ്ങനെ പ്രവർത്തന രീതിയെക്കുറിച്ച്, അതുപോലെ ഫണ്ടിങ്ങിനെ കുറിച്ച്, അതുപോലെ ഏതെല്ലാം ആളുകളാണ് ഈ സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രവർത്തനാനുമതി നൽകാമെന്നുള്ളതായിരുന്നു. ഈ പ്രവർത്തനാനുമതി നിഷേധിക്കപ്പെട്ട സംഘടനകൾ വലിയ മനുഷ്യാവകാശ സംഘടനകളാണ്. ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിനെ പോലെയുള്ള, അതുപോലെ ഓക്സ്ഫാം, നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ, ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും നടത്തിയ സംഘടനകളെയാണ് 37 സംഘടനകളെയാണ് ഇസ്രായേൽ ഭരണകൂടം ഈ വരുന്ന മാർച്ച് 1 മുതൽ നിരോധിച്ചിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണിത് ഈ ഒരു നിരോധനം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്ന സാഹചര്യത്തിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗസയിൽ നിലവിൽ നടക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ, സഹായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഇങ്ങനെയുള്ള റെഡ് ക്രോസ് അടക്കമുള്ള, UN അടക്കമുള്ള, അതുപോലെ നേരത്തെ നിരോധിക്കപ്പെട്ട സംഘടനകൾ അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും സംഘടനകൾ നിരോധിക്കപ്പെടുന്നത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ചും ഗസ ഒരു പുനർനിർമ്മാണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സവിശേഷമായി. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഗസയിൽ പ്രവർത്തനം തുടരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകണമെന്നാണ് ഇസ്രായേൽ സുപ്രീം കോടതിയോട് ഈ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള അനുഭാവപൂർവമായ സമീപനം ഇസ്രായേൽ സുപ്രീം കോടതി എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും ഈ ഒരു മനുഷ്യാവകാശ സംഘടനകളുടെ നിരോധനം ഗസയിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ച്, ഗസയുടെ മനുഷ്യരെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന സംഘടനയൊക്കെ നിരോധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ റെഡ് ക്രോസിനും അതുപോലെ UN ഏജൻസികൾക്കും ശേഷം ഏറ്റവും കൂടുതൽ മെഡിക്കൽ സപ്ലൈ നടത്തുന്ന, മെഡിക്കൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ്. ഇങ്ങനെയുള്ള ഈ സംഘടനകളുടെ പ്രവർത്തനം നിരോധിക്കുന്ന ഒരു ഘട്ടം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഗസയിലെ മനുഷ്യർക്കാണ്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കാണ് അത് ബാധിക്കുക. അനീഷ.